ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്നാക്കായിട്ടും ഡിന്നറിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല റെസിപ്പി ആയിട്ട് വന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുട്ട വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതും. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മഞ്ഞളും മുളകും ഉപ്പും എല്ലാം കൂട്ടിയിട്ട് സാധാരണ നമ്മൾ പൊരിക്കുന്ന പോലെ പൊരിച്ചെടുത്തതാണ്. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാളയിൽ ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുത്തതാണ്. എന്നിട്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി സവാളയിലേക്ക് ഞാൻ പച്ചമുളകാണ് ചേർത്തെടുക്കുന്നത്. അപ്പോൾ 7 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളകിന് വലിയ എരിവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ 7 ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചില്ലി ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു പൊടിയാണ് ഞാൻ ചേർത്തത്, ചില്ലി ചിക്കൻ മസാല. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്കും സവാളയിലും നമ്മൾ ഉപ്പിട്ടതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പിട്ടില്ല, അത് തന്നെ ധാരാളം മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർക്കുന്നത്, അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഒരു മസാലയാണ്. ഇനി ഇതിനായി 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മഞ്ഞയും വെള്ളയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് ഒരു ലെയർ ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയതുകൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കണം. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു മുട്ടേനെ എടുത്തിട്ട് പൊട്ടിച്ചു. അപ്പോഴത്തേക്കാണ് പണി കിട്ടിയത്. അത് കേടായ ഒരു മുട്ടയായിരുന്നു. അപ്പോൾ പിന്നെ ഫുള്ള് മാറ്റി അതൊക്കെ ക്ലീനാക്കി വീണ്ടും വേറൊരു മുട്ട എടുത്ത് വന്നു. അപ്പോൾ അത് നേരെയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. മുട്ടയൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിൽ നിന്ന് ആവശ്യമുള്ളത്ര നമുക്കിടാം. അപ്പോൾ നമുക്കൊരു കട്ടിയിലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ കിട്ടണം, അത്രയും മസാലയാണ് ഇവിടെ ചേർക്കേണ്ടത്. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. മൈദ ഒന്ന് മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായി ചെറുതായി അരിഞ്ഞ് നമ്മുടെ മിക്സിയിലേക്ക് വൈറ്റിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, 1/2 കപ്പ് ഉണ്ടാവും. അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പാർസലി ലീഫാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഒറിഗാനോ വേണമെങ്കിലും അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സ്മെല്ലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സ്നാക്കിന്. അപ്പോൾ 1 ടീസ്പൂൺ പാർസലി ലീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ച് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിതിലേക്ക് കൂടുതൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതാ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പാനാണ് നമുക്കിത് വേണ്ടത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം മിക്സാക്കി വെച്ച ചിക്കൻ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ നല്ലോണം കനം കുറഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കുക, കുറച്ചെങ്കിലും കട്ടിയോട് കൂടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്.
നന്നായി സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഒരുപാട് സമയം അടച്ച് വെക്കാൻ പാടില്ല, ഒരു 2-3 സെക്കൻഡ് വരെ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ ലെയറും കൂടി വെന്ത് കിട്ടുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ ലെയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകൾ വശം വെന്തിട്ടില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ വേറൊരു പാനിലേക്ക് ഇത് തിരിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുട്ട വെച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു നല്ല റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കണേ. മുട്ട വെച്ച് നമ്മൾ ഒരുപാട് ടൈപ്പുള്ള സ്നാക്കും റെസിപ്പിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡിന്നറിന് യൂസ് ചെയ്യാൻ പറ്റും, സ്നാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.